ഹലോ, അതിരാവിലെ നേരം വെളുക്കുന്നതിന് മുൻപ് ഞങ്ങൾ എല്ലാവരും കൂടി എങ്ങോട്ടാണ് പോകുന്നത് എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? ഞങ്ങൾ എറണാകുളത്തോട്ട് പോവാണ്. എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ ജയേഷേട്ടൻ അവിടെ ഒരു പ്രാക്ടീസും ഉണ്ട്, എനിക്ക് ഒരു ഷൂട്ടും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ബേക്കർ ജംഗ്ഷനിൽ നിന്ന് പെട്രോളും അടിച്ചിട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ജാനിയുടെ ആദ്യത്തെ ലോങ് ട്രിപ്പാണ് കേട്ടോ. എറണാകുളം വരെ പോകാൻ പോവാണ്. അവൾ രാവിലെ ഉറക്കമൊക്കെ എണീറ്റ് നല്ല സ്മാർട്ടായിട്ടിരിക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നേരം വെളുത്തു. ജാനി നന്നായിട്ട് ഉറങ്ങി കേട്ടോ. മടിയിൽ കിടന്നിട്ടാണ് അവൾ ഉറങ്ങിയത്. അവൾക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊന്നും ഒരു ബുദ്ധിമുട്ടില്ല, അവളങ്ങ് ഉറങ്ങിക്കോളും. വലിയ ബഹളക്കാരും ഒന്നും അല്ല. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾ കോട്ടയം ടച്ച് ചെയ്തു എന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോൾ ഈ ഒരു അടിപൊളി വ്യൂ ആണ് കാണുന്നത്. ഇത് കുട്ടനാട് ഭാഗം ആണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു റൂട്ട് കയറി ചെല്ലുന്നത് ആലപ്പുഴയിലോട്ടാട്ടോ. അപ്പോൾ ആ രണ്ട് സൈഡിൽ, ഒരു സൈഡിൽ വയലാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ ഈ കായലോ തോടെന്നൊക്കെ പറയാം, അതൊക്കെയാണ് കേട്ടോ. പിന്നെ ആ പാലം അങ്ങോട്ട് കയറുമ്പോഴത്തേക്കും രണ്ട് സൈഡിലും ഹൗസ് ബോട്ട്സ് ഇങ്ങനെ നിറഞ്ഞ് കിടക്കുകയാണ്. ആ ക്ലിയർ സ്കൈയും വെള്ളവും ബോട്ടും ഒക്കെ എന്തോ ഒരു രസമാണ് കാണാനായിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ജാനി എണീറ്റു. അമ്മമ്മയുടെ മടിയിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ മാലയൊക്കെ എടുത്ത് വായിലിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴയിൽ ഇറങ്ങിയിട്ട് ആഹാരം കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഞാൻ ചപ്പാത്തിയും മുട്ടക്കറിയും, ജയേഷേട്ടൻ അപ്പവും മുട്ടക്കറിയും, അമ്മയും അപ്പമാണെന്ന് തോന്നുന്നു വാങ്ങിച്ചത്, അതൊക്കെ കഴിച്ചു. പിന്നെ ചായയും കുടിച്ചു. പിന്നെ നമ്മുടെ ജാനമ്മയ്ക്ക് ഇത് ദോശയാണോ അപ്പമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അപ്പമാണെന്ന് തോന്നുന്നു. എന്തായാലും അത് അവൾക്കും കുറച്ച് പിച്ച് കൊടുത്തു, പാലും വെള്ളമായിട്ട്. ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ കണ്ട ബ്ലോക്കാണിത്. ഞങ്ങളൊരു 20 മിനിറ്റ്സ് ലേറ്റ് ആയിട്ടാണ് എത്തിയത്, അത്ര ബ്ലോക്കായിരുന്നു. അങ്ങനെ പിന്നെ ബ്ലോക്കെല്ലാം മാറി വീണ്ടും യാത്ര തുടരുന്നു. ഈ ഒരു ഷോട്ട് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതാണ്, ഒട്ടും പ്രതീക്ഷിച്ചില്ല. കറക്റ്റ് സമയത്താണ് ആ ട്രെയിൻ പോയത്. എനിക്ക് ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ റൂട്ട് എന്ന് പറയുന്നത് ഭയങ്കര നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന ഒരു റൂട്ടാണ്. ആ അറ്റത്ത് ഒരു ബിൽഡിങ് ചെറുതായിട്ട് കാണാം, എനിക്ക് നന്നായിട്ട് അത് എടുക്കാൻ പറ്റില്ല. അതാണ് ഞങ്ങളുടെ മഴവിൽ മനോരമയുടെ സ്റ്റുഡിയോ. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ റൂമിലോട്ട് പോകുന്ന ഈ വഴി കൂടെ ആയിരുന്നു. ഒരു 1.5 വർഷത്തോളം ഈ എറണാകുളത്ത് ഇങ്ങനെ കറങ്ങി നടന്നതാണ്. ആക്ച്വലി അതിൻ്റെ ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എറണാകുളത്തെത്തി. ജയേഷേട്ടന് ഇന്നൊരു പ്രാക്ടീസ് ഉണ്ട്, സ്റ്റാർ സിംഗറിൻ്റെ. ഒരു ദിവസത്തെ പ്രാക്ടീസിന് വേണ്ടി മാത്രമാണ് വന്നത്. അപ്പോൾ മെർമെയ്ഡ് ഹോട്ടൽ, വൈറ്റിലയിലുള്ള മെർമെയ്ഡ് ഹോട്ടലിലായിരുന്നു സ്റ്റേ. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് എത്തി. അവിടെ കണ്ണനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആഷിമ, എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ സ്റ്റാർ സിംഗറിൻ്റെ മെൻറ്ററാണ്. അവളും ഞാനുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞാൽ സ്റ്റാർ സിംഗർ മുതലുള്ളൊരു ബന്ധമാണ്. അപ്പോൾ എനിക്ക് ഓൾറെഡി ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടാണ് പോയത് ഇവരൊക്കെ ഉണ്ടെന്ന്. പക്ഷേ ഇവർക്ക് അതൊരു സർപ്രൈസ് ആയിരുന്നു. എന്നെ കാണുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. എസ്പെഷ്യലി ജാനീനെ കാണുമെന്ന് എല്ലാവരും വീഡിയോസിലൂടെ മാത്രമേ അവളെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ കല്ലാച്ചി ശ്വേത ചേച്ചി കണ്ടപ്പോഴും ഭയങ്കര സന്തോഷമായിരുന്നു. ഇവരെയൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ കാണുന്നത്. അങ്ങനെ അവർ പ്രാക്ടീസിനൊക്കെ ആയിട്ട് പോയി. ഞങ്ങളിങ്ങനെ റൂമിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ ഒരു കട്ടൻ ഇട്ടു. ആ കട്ടനും കുടിച്ചിട്ട് നേരെ കിടന്നൊരു ഉറക്കമായിരുന്നു. പിന്നെ ഞങ്ങൾ എപ്പോഴാണ് എണീറ്റത് ഞങ്ങൾക്ക് പോലും ഓർമ്മയില്ല. ഉച്ചയ്ക്കുമല്ല, കഴിക്കാൻ വേണ്ടിയിട്ട് ആഫ്റ്റർനൂൺ എപ്പോഴും ഒരു സമയത്താണ് ഞങ്ങൾ എണീക്കുന്നത്. അപ്പോൾ പ്രാക്ടീസിൻ്റെ ഒരു ചെറിയ ബ്രേക്കിൽ കണ്ണനും ജയേഷേട്ടനും റൂമിലോട്ട് വന്ന് പിന്നെ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ കുളിച്ച് ഫ്രഷായി ഇറങ്ങാൻ നേരത്താണ് നമ്മളുടെ സ്റ്റാർ സിംഗറിൻ്റെ ആങ്കറായിട്ടുള്ള വർഷ ചേച്ചി വന്നത്, വെറും വർഷ. അപ്പോൾ ചേച്ചീനെ ഒന്ന് മീറ്റ് ചെയ്തു. പിന്നെ കുറച്ച് കണ്ടസ്റ്റൻസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു, ഋതിക, ദിശ, കുറച്ച് പേരുണ്ടായിരുന്നു, അവരെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്തു. അങ്ങനെ ഇറങ്ങാൻ സമയത്താണ് നമ്മുടെ മെർമെയ്ഡിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ഏരിയ ആണിത്. ആ സൈഡിൽ കൂടെ ഒഴുകുന്നത് കരിമ്പുഴ ആണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്. ആ ഒരു പുഴയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഇവരുടെ സ്വിമ്മിംഗ് പൂൾ വരുന്നത്. ഈ ഒരു ഏരിയയിൽ നിൽക്കാനും നല്ലൊരു സുഖമാണ്, നല്ലൊരു പീസ്ഫുൾ മൈൻഡ് നമുക്ക് തരും. അപ്പോൾ അവിടെ കുറച്ച് നേരം ഞങ്ങൾ നിന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു. ഇനി ഞങ്ങൾ നേരെ ഫ്ലവേഴ്സ് ചാനലിലേക്കാണ് പോകുന്നത്. ഞങ്ങൾക്ക് സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ആ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അച്ചാച്ചൻ്റെ കയ്യിൽ നിന്ന് ഒരു ഇൻസ്ട്രുമെൻ്റ് എടുക്കണമായിരുന്നു. അപ്പോൾ കണ്ണനും കൂടെ വന്നു. അവിടെ എത്തുന്നതിന് മുൻപായിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ കയറി. ജാനിക്ക് അമ്മ ബിസ്ക്കറ്റൊക്കെ കൊടുക്കുമായിരുന്നു. ഞാൻ ബൂസ്റ്റാണ് കേട്ടോ കുടിക്കുന്നത്, എനിക്ക് ബൂസ്റ്റ് വിട്ടൊരു കളിയില്ല. അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സ്ഥലത്തെത്തി. ഇതൊരു ലാർജ് ഏരിയയിൽ ഒരുപാട് വില്ലാസ് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. അതിൽ ഒരു വില്ലയിലാണ് ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. നല്ല ഒരു കാം ഏരിയ ആയിരുന്നു. അവിടെ എത്തിയുടനെ ഞങ്ങളുടെ പ്രൊഡ്യൂസറായ ഉണ്ണി സാറിനെ മീറ്റ് ചെയ്തു. അതിനുശേഷം ജാനിയെ കണ്ടതും നമ്മുടെ ടോപ്പ് സിംഗേഴ്സിലെ കുഞ്ഞുങ്ങളെല്ലാവരും കൂടി ഓടി വന്ന് അവളെ എടുക്കുകയും കളിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോഴത്തേക്കും അച്ചാച്ചനും വന്നു. അച്ചാച്ചനെ കണ്ടതും പിന്നെ അച്ചാച്ചൻ്റെ കയ്യിലായിരുന്നു അവൾ. അങ്ങനെ അവിടുത്തെ കലാപരിപാടികൾ കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഓർക്കസ്ട്ര റൂമിലോട്ട്, പ്രാക്ടീസ് റൂമിലോട്ട് പോയി. ഇതാണ് പ്രാക്ടീസ് റൂം. ജാനി അവളുടെ പണി അവിടെ തുടങ്ങി കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും മീറ്റ് ചെയ്തിട്ട് ഡിന്നർ കഴിക്കാനായിട്ടിരുന്നു. ചപ്പാത്തിയും സോയാബീൻ കറിയുമായിരുന്നു ഞാൻ കഴിച്ചത്. കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചപ്പാത്തി എടുത്തു. ആഹാരമെല്ലാം കഴിഞ്ഞ് റൂമിലെത്തി. ജാനി അപ്പോഴത്തേക്ക് സുഖം ഉറക്കമായി. ഇതാണ് ഞങ്ങളുടെ റൂം. ഞാനും അമ്മയും മോളും മാത്രമേ ഉള്ളൂ. ജയേഷേട്ടൻ കണ്ണൻ്റെ കൂടെ അവൻ്റെ റൂമിലോട്ട് പോയി. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ ഒന്ന് മാറി. എനിക്കെപ്പോഴും ഈ ഒരു നൈറ്റി അല്ലെങ്കിൽ മാക്സി ഇടുന്നതാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ. അപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ബാൽക്കണി എങ്ങനെയുണ്ടെന്ന് നോക്കാൻ
ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പാതിരാത്രിക്ക്. ഈ ബിൽഡിങ്സിൻ്റെ എല്ലാം കൺസ്ട്രക്ഷൻസ് ഒക്കെ നല്ല രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഞാൻ പോയി കിടന്നുറങ്ങി. കാരണം അത് രാവിലെ എണീക്കണം, റെഡി ആവണം, ഷൂട്ടിന് പോകണം. അങ്ങനെ രാവിലെ എണീറ്റ് വീണ്ടും ബാൽക്കണിയിലോട്ട് വന്നിരിക്കുകയാണ്. ഈ ഒരു സ്ഥലം എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ചെറിയ വെയിലൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഉറങ്ങി എണീറ്റ ഞങ്ങളുടെ മുഖങ്ങൾ. ജയശേട്ടൻ രാവിലെ തന്നെ കുളിച്ച് റെഡിയായിട്ടാണ് വന്നത്, റൂമിലോട്ട് വന്നത്. പിന്നെ ഞാനും പോയി റെഡിയായി, ജാനുമോളെ റെഡിയാക്കി. ജയശേട്ടൻ ഇനി ഷൂസും കൂടി ഇട്ടാൽ മതി. അങ്ങനെ ജയശേട്ടനും റെഡിയായി. ഞങ്ങൾ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ നിന്നിരുന്ന സ്ഥലം. ജാന് ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നിന്നിരുന്ന സ്ഥലം മൊത്തത്തിൽ കാണാൻ നല്ലൊരു രസമല്ലേ. അപ്പോൾ നമുക്ക് നേരെ ഫ്ലവേഴ്സ് ചാനലിലേക്ക് പോവാം. മണീഡ് എന്ന സ്ഥലത്താണ് ഫ്ലവേഴ്സിൻ്റെ സ്റ്റുഡിയോ ഉള്ളത്. ഫ്ലവേഴ്സ് ചാനലിലുള്ള മിക്ക പ്രോഗ്രാംസിൻ്റെയും ഷൂട്ടെല്ലാം ഈ ഒരു സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വന്ന ഉടനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് പോയി. ഇനിയാണ് നമുക്ക് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണം, മേക്കപ്പ് ചെയ്യണം. അപ്പോൾ അതിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ സോങ്ങിന് ഞാനൊരു സാരിയാണ് ചൂസ് ചെയ്തത്. ഇങ്ങനെ മൊത്തത്തിൽ പളപള തിളങ്ങുന്ന ഒരു സാരിയാണ്, ഒരു പേസ്റ്റൽ ഷെയ്ഡ് സാരിയാണ്. അത് സാരിയൊക്കെ ഉടുപ്പിച്ച് തന്നു ഒരു ചേച്ചി. പിന്നീട് മേക്കപ്പ് ചെയ്തു, ദെൻ ഹെയറും സെറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഈ ഒരു സാരിക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു സ്റ്റോൺ വർക്ക് വരുന്ന കമ്മലും മാലയും വളയുമാണ് ഇട്ടിരുന്നത്. ഇനി നേരെ സ്റ്റേജിലേക്ക്. ആദ്യം ഒന്ന് സൗണ്ട് ചെക്കൊക്കെ ചെയ്തു. ഞാൻ ആര്യയുടെ കൂടെ ആണ് കേട്ടോ ഫസ്റ്റ് സോങ് പാടിയത്. ഓർക്കസ്ട്രയിൽ ഇരിക്കുന്നു എൻ്റെ അച്ഛൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സോങ്ങിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഞാൻ ഇറങ്ങി. രണ്ടാമത്തേതിലേക്കുള്ള കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു. ലഞ്ച് ടൈമാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അങ്ങ് ഫുഡ് കഴിച്ചു. എന്നിട്ട് ജാനിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ജയശേട്ടനും അമ്മയും കൂടി കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നെക്സ്റ്റ് സോങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. ഒന്ന് മേക്കപ്പ് ടച്ച് ചെയ്തു, ഹെയർ സെറ്റ് ചെയ്തു. ഈ ഒരു സോങ് എന്ന് പറയുന്നത് കുറച്ച് പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാട്ടാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഡാൻസേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് സ്റ്റെപ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത പാട്ടിലേക്ക് വേണ്ടിയിട്ട്. അങ്ങനെ സെക്കൻഡ് സോങ്ങും കഴിഞ്ഞു. ഞാൻ ഗൗതമിൻ്റെ കൂടെയാണ് രണ്ടാമത്തെ പാട്ട് പാടിയത്. ഇനിയിപ്പോൾ നമുക്ക് റൂമിലോട്ട് പോവാം. മേക്കപ്പൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം. എന്നാലേ എനിക്ക് യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ഹെവി മേക്കപ്പൊക്കെ മുഖത്തിട്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പിന്നീട് സ്കിന്നിനും അത് പ്രശ്നം വരും. സ്കിൻ മീൻസ് മുഖക്കുരു വരാൻ, പ്രത്യേകിച്ച് എൻ്റെ സ്കിന്നിന് ഓയിലി സ്കിന്നാണ്, മുഖക്കുരു വരാനൊക്കെ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് മേക്കപ്പൊക്കെ റിമൂവ് ചെയ്തിട്ട് മാത്രമേ ഞാൻ യാത്ര ചെയ്യത്തുള്ളൂ. ഓൾ സെറ്റ്. ഇനി നേരെ തിരുവനന്തപുരത്തേക്ക് വിടാം. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതിയെന്നും പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ഡ്രസ്സൊന്നും മാറാൻ നിന്നില്ല. വണ്ടിയിൽ കയറി ഞങ്ങൾ തിരിച്ചു കഴിഞ്ഞു. ഞങ്ങൾ അധികം NH ഒന്നും ടച്ച് ചെയ്യാതെ നമ്മുടെ ഗൂഗിൾ മാപ്പിൽ ചേച്ചി പറഞ്ഞ വഴി കൂടെയൊക്കെയാണ് പോയത്. കൂടുതലും ബൈ റൂട്ടാണ് എടുത്തത്. പിറവം എത്തിയപ്പോഴാണെന്ന് തോന്നുന്നു ഈ ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു മിനിയേച്ചറൊക്കെ കണ്ടത്. പിന്നെ ഏതോ ഒരു ജംഗ്ഷൻ എത്തിയപ്പോഴേക്കും ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. അവിടെ കയറി ചായയൊക്കെ കുടിച്ചു ലൈറ്റായിട്ട്. ഞാനൊരു കട്ട്ലറ്റും ജയശേട്ടൻ പരിപ്പ് വടയാണ്, ഉഴുന്ന വട, എനിക്ക് എപ്പോഴും അത് തിരിഞ്ഞു പോകും. വടയൊക്കെ കഴിച്ചു. വലിയ കാര്യത്തിലൊന്ന് റൊമാൻസ് കാണിച്ചതാണ്, പക്ഷേ നല്ല ചൂട് വടയായിരുന്നു. എൻ്റെ വാ പൊള്ളിയിട്ടേ ഇല്ല, അത് കാണുമ്പോൾ തന്നെ അറിയാം. എന്തായാലും അതങ്ങ് ഫ്ലോപ്പായി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഒരു ഉറക്കമായിരുന്നു. പിന്നെ എപ്പോഴാണ് കണ്ണു തുറന്നതെന്ന് എനിക്കറിയില്ല. ഇടയ്ക്കൊന്ന് എണീറ്റ് ആഹാരം കഴിച്ചു, അതൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ നേരെ വീട്ടിൽ വന്ന് ഡ്രസ്സ് പോലും മാറാണ്ട് കിടന്നങ്ങ് ഉറങ്ങി. അപ്പോൾ ടാറ്റാ.